അതെ, നാം ആരാണ് ഈശോ എന്ന് വ്യക്തമായി അറിയണം. അതെ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് അതെ പാപം ചെയ്ത് മരണത്തിൽ പോകുന്ന മനുഷ്യനെ പാപമില്ലാത്ത ദൈവത്തിന്റെ രാജ്യമാകുന്ന ദൈവ രാജ്യത്തിലെത്തിക്കുവാനാണ് ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. അതെ, ഭാവിയായി മരിച്ച് അടക്കപ്പെട്ട് നിത്യം നിലനിന്ന് പോകുന്ന മനുഷ്യനെ ദൈവത്തിന്റെ രാജ്യമാകുന്ന ദൈവ രാജ്യത്തിൽ ദൈവത്തോട് വസിക്കുവാൻ അതെ നമ്മെ ഒരുക്കുവാനാണ് വന്നത്. അത് നാം വിശ്വസിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഈവനും ദൈവമകനാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതേ സൈത നാം ദൈവത്തിന്റെ ഭൂമിയിൽ പാപത്തിന്റെ മകനായി ജനിച്ച് ആ ഭാവ്യ നമ്മെ വീണ്ടും ജനനമാണ്. ദൈവമകനായി ജനനം, സ്വർഗത്തിന് അവകാശ ജനനം, അതിന് യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, മറ്റൊരുത്തിന് രക്ഷയില്ലവയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യയിൽ രക്ഷിക്കാൻ നൽകപ്പെട്ട ഏകനാമം, ഒരു നാമം, ഒരൊറ്റ നാമം, അത് കർത്താവായ യേശു ക്രിസ്തു നാമമാ. ലോകത്തിൽ സ്നേഹിത അനേക നാമമുണ്ടായതിലൊന്നും ദൈവരാജ്യത്തിൽ ഒറ്റ നാമം യേശുവ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ, യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ഒരൊറ്റ പാപിയാൽ മനുഷ്യന് പോലും ദൈവ രാജ്യത്തിലെത്തുവാൻ കഴിയത്തില്ല. ലോകത്ത് അനേക വഴികളുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വഴി. മുഴുവൻ നരകത്തിന്റെ വഴിയാ, മുഴുവൻ പാപത്തിന്റെ വഴിയാ. എന്നാൽ ദൈവരാജ്യം ഒരൊറ്റ വഴി, യേശു എന്ന വഴിയാ. അതേ സ്നേഹിത, ലോകം മുഴുവൻ മരണമാ, ലോകം മുഴുവൻ നാശത്തിലേക്ക്. എന്നാൽ ജീവൻ തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ സ്നേഹിത. അതെ, അതുകൊണ്ടാണ് ജീവൻ തരുവാൻ യേശുവിനെ മറ്റും കഴിയുന്നത്. ലോകം മുഴുവൻ അസത്യമാ, ഒരൊറ്റ സത്യം യേശുവ. അതുകൊണ്ടാണ് സ്നേഹിത നാം യേശുവിലേക്ക് കടന്നു വരേണ്ടത്. ആ യേശുവിന്റെ രക്ഷയിലേക്ക് കടന്നു ആവശ്യമാണ്. അവൻ നമ്മൾ രക്ഷകനാ, അവൻ വീണ്ടെടുപ്പുകാരനാ. അവനിടയിൽ കടന്നു വര സ്നേഹിത, ഇത് ജീവന്റെ വചനമാ, ഇത് സത്യം.